മന്ത്രി ഇപ്പോഴും അവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകൾ, നാട്ടുകാരുടെ പ്രതിനിധികൾ എത്താനുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവരൊക്കെ ഇങ്ങോട്ട് എത്തുന്നതേയുള്ളൂ. മാനന്തവാടി നഗരസഭയിൽ ഉൾപ്പെട്ട പ്രദേശമാണ്. കോൺഗ്രസ് നേതാക്കളും നഗരസഭാ ചെയർപേഴ്സണും ഒക്കെയാണ് ഇപ്പോൾ യോഗത്തിനായി എത്തുന്നത്. അതോടൊപ്പം നാട്ടുകാരുടെ പ്രതിനിധികളുമുണ്ട്. നേരത്തെ പ്രതിഷേധത്തിൻ്റെയൊക്കെ മുന്നിൽ നിന്ന ചിലരൊക്കെയാണ് ഉള്ളത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവരെന്തായാലും മന്ത്രിയുമായി സംസാരിക്കാൻ, മന്ത്രി അവരുടെ പ്രതിനിധികളുമായി സംസാരിക്കാൻ തയ്യാറായിരിക്കുന്നു ഗസ്റ്റ് ഹൗസിൽ. അതോടൊപ്പം വനം വകുപ്പിലെ ഈ ദൗത്യ സംഘത്തിൻ്റെ തലവൻ ഡോക്ടർ അരുൺ സക്കറിയ, ഇൻസിഡന്റ് കമാൻഡന്റ് ആയിട്ടുള്ള നോർത്ത് വയനാട് DFO മാർട്ടിൻ ലോവൽ തുടങ്ങിയ ഉദ്യോഗസ്ഥരും മറ്റ് ഈ ദൗത്യ സംഘത്തിലെ വിദഗ്ധരെയൊക്കെ ആളുകൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കാനാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ആ ദൗത്യ സംഘത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ ഗസ്റ്റ് ഹൗസിലുണ്ട്. ഡോക്ടർ അരുൺ സക്കറിയ മന്ത്രിയോടൊപ്പം തന്നെയുണ്ട്. അതുപോലെ DFOയും ഉണ്ട്. മറ്റ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ, ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ ഇവിടെ സുരക്ഷയും ഒരുക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് വലിയ ബഹളങ്ങളൊന്നുമില്ല. കാരണം ഗേറ്റിൽ നിന്ന് ഇതിലേക്ക് പങ്കെടുക്കേണ്ടവരെയും മാധ്യമപ്രവർത്തകരെയും മാത്രമേ പോലീസ് താഴത്തെ ഗേറ്റിൽ നിന്ന് കടത്തിവിടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ എസ്റ്റേറ്റ് ബംഗ്ലാവിന് സമീപത്ത് അത്തരത്തിലുള്ള ബഹളങ്ങളൊന്നുമില്ല. മന്ത്രിയുമായി ചർച്ചയിൽ പങ്കെടുക്കേണ്ട ആളുകൾ മാത്രമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. എന്തായാലും നേരത്തെ പ്രതിഷേധങ്ങൾക്കൊക്കെ ഒടുവിൽ മന്ത്രി ഈ നാട്ടുകാരുമായി സംസാരിക്കാനൊരുങ്ങുകയാണ്. പ്രതിപക്ഷ പാർട്ടികളിലെ കോൺഗ്രസിൻ്റെയൊക്കെ മുതിർന്ന നേതാക്കളുണ്ട്, നഗരസഭാ അധ്യക്ഷയുണ്ട്, അതുപോലെ മറ്റാളുകളൊക്കെയുണ്ട്. അവരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം ഇരുത്തി മന്ത്രി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. എന്തായാലും നേരത്തെ മന്ത്രി വീട്ടുകാർക്ക് ഉറപ്പ് കൊടുത്തത് കടുവയെ വെടിവെക്കുമെന്നുള്ളതാണ്. അതിപ്പോൾ നമ്മൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇപ്പോൾ മാൻ ഈറ്റർ എന്നൊരു കാറ്റഗറൈസേഷൻ ഇല്ല. കടുവയെ വെടിവെച്ച് കൊല്ലുന്നതിന് മുൻപ് ഡേഞ്ചറസ് ടു ഹ്യൂമൻ ലൈഫ് എന്ന രീതിയിൽ കടുവയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും അത്തരമൊരു ഉത്തരവ് ഇറങ്ങും എന്നാണ് മന്ത്രി ഇപ്പോൾ വീട്ടുകാർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. കാരണം ഒരാളെ കൊന്ന കടുവയാണ്. മാത്രമല്ല ഇന്ന് ദൗത്യസംഘത്തിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. സാധാരണഗതിയിൽ ഈ കടുവ മനുഷ്യ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ കടുവകൾ ഒഴിഞ്ഞ് മാറി നിൽക്കുന്ന ഒരു പതിവാണ്. പക്ഷേ ഇന്ന് 8 പേരടങ്ങിയ ഒരു സംഘത്തിന് നേരെ കടുവ ചാടുന്നൊരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അത് മനുഷ്യജീവന ഭീഷണിയാണ്, ഡേഞ്ചറസ് ടു ഹ്യൂമൻ ലൈഫ് എന്ന നിലയിൽ അതിനെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടാൻ കഴിയും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതൊക്കെ സംബന്ധിച്ച കാര്യങ്ങൾ ആളുകളോട് മന്ത്രിയും DFOയും ദൗത്യസംഘം തലവൻ ഡോക്ടർ അരുൺ സക്രിയും ഒക്കെ വിശദീകരിക്കും. അക്കാര്യങ്ങളിൽ ഒരു വിശദീകരണം ഉണ്ടാകും. എന്തായാലും മന്ത്രി ആളുകളുമായി സംസാരിക്കുന്നു. ജനങ്ങളുടെ പ്രതിനിധികളുമായി, നാട്ടുകാരുടെ പ്രതിനിധികളുമായും രാഷ്ട്രീയ നേതാക്കളുമായും ഒക്കെ സംസാരിക്കുകയാണ് ഈ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ. അതോടൊപ്പം മുതിർന്ന ദൗത്യസംഘത്തിലെ ഉദ്യോഗസ്ഥരും അതുപോലെ ഇൻസിഡന്റ് കമാൻഡന്റ് ആയിട്ടുള്ള DFO മാർട്ടിൻ ലോവലും മറ്റു ഉദ്യോഗസ്ഥരും ഒക്കെയുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പുറത്ത് സുരക്ഷയൊരുക്കി നിറയെ ആളുകൾ ഉണ്ടായിരുന്നു. അത്രമാത്രം ആളുകൾ തമ്പടിച്ചിരിക്കുകയും പ്രതിഷേധിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടു. ഇതേ ആളുകൾ ഇപ്പോൾ പ്രിയദർശിനി എസ്റ്റേറ്റിലെ ഗസ്റ്റ് ഹൗസിന് ചുറ്റുമായിട്ട് ആളുകൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടോ? ഇങ്ങോട്ടേക്ക് അത്തരത്തിൽ ആളുകൾക്ക് കടന്നു വരാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. താഴെ കുറേ ഉള്ളിലേക്കാണ് എസ്റ്റേറ്റ് ബംഗ്ലാവ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആളുകൾ താഴെ ഗേറ്റിന് കടന്ന് ഇങ്ങോട്ട് ആവശ്യമുള്ളവരെ മാത്രമേ കടത്തിവിട്ടിട്ടുള്ളൂ. പോലീസ് അവിടെ ബന്ദോബസ്ത് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയും ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷയുണ്ട്. മന്ത്രിയുമായി ചർച്ച ചെയ്യേണ്ട ആളുകളെ മാത്രമാണ് ഇങ്ങോട്ട് കടത്തിവിട്ടിട്ടുള്ളത്. അവർ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിൻ്റെ അന്തരീക്ഷം ഈ പ്രദേശത്തില്ല. നേരത്തെ തന്നെ പോലീസ് വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. മറ്റ് സബ് ഡിവിഷനുകളിൽ നിന്നടക്കം 8 DYSPമാർ, അതുപോലെ ജില്ലാ പോലീസ് മേധാവി, മാനന്തവാടി ASP തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വലിയൊരു പോലീസ് വിന്യാസമാണ് ഈ പ്രദേശത്തുണ്ടായിരുന്നത്. അതിൽ എടുത്തു പറയേണ്ട കാര്യം, പോലീസ് വളരെ സംയമനത്തോടെയാണ് ആ പ്രതിഷേധത്തെ നേരിട്ടത്. കാരണം ഞാൻ തുടക്കത്തിലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ ഒരു രാഷ്ട്രീയ പ്രതിഷേധമല്ല, ഏതെങ്കിലും യുവജന സംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളോ നടത്തുന്ന പ്രതിഷേധമല്ല. ഇതിനകത്ത് സാധാരണക്കാരായ ആളുകളുണ്ട്, സ്ത്രീകളുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു ബലപ്രയോഗത്തിലേക്ക് പോകാതെ വളരെ സംയമനത്തോടെ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കിയും അനുനയിപ്പിച്ചും തള്ളി മാറ്റിയുമൊക്കെ മന്ത്രിക്ക് വഴിയൊരുക്കുന്ന ഒരു സമീപനമായിരുന്നു ആ സമയത്ത് പോലീസ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല. തുടക്കത്തിൽ ചില രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഒരു ഉന്തും തള്ളൊക്കെ ഉണ്ടായി, ചിലർ നിലത്ത് വീഴുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ പിന്നീടും പോലീസ് വലിയൊരു ബലപ്രയോഗത്തിലേക്കോ ലാത്തി വീശലിലേക്കോ ഒന്നും പോയില്ല. ആളുകളെ തള്ളി മാറ്റി വഴിയൊരുക്കി, മന്ത്രിക്ക് സുരക്ഷയൊരുക്കി. അത്തരത്തിലാണ് ശാന്തമായി കാര്യങ്ങൾ. വലിയ പ്രതിഷേധം ഉണ്ടായെങ്കിൽ കൂടി അതൊരു സംഘർഷത്തിലേക്ക് പോകാതെ മന്ത്രിയെ വീട്ടിലെത്തിച്ചു. കുടുംബാംഗങ്ങളുമായി മന്ത്രി സംസാരിച്ചു. ഇപ്പോൾ ഗസ്റ്റ് ഹൗസിൽ പ്രിയദർശിനിയുടെ എസ്റ്റേറ്റ് ബംഗ്ലാവ് ഇപ്പോൾ ഒരു ടൂറിസം റിസോർട്ട് ആളുകൾക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന സംവിധാനമാണ് DTPCയുടെ കീഴിലുള്ള. ആ റെസ്റ്റ് ഹൗസിലാണ് മന്ത്രി സംസാരിക്കുന്നത്. പ്രതിനിധികളുണ്ട്, ആളുകളുടെ പ്രതിനിധികൾ, ഈ നാട്ടുകാരുടെ പ്രതിനിധികളുണ്ട്. അതോടൊപ്പം
ചെറിയൊരു തർക്കം ഇല്ല, അവിടെ പ്രശ്നമൊന്നുമില്ല. ആളുകൾ ചർച്ചയ്ക്ക് കയറി കഴിഞ്ഞു. നഗരസഭാ അധ്യക്ഷ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുണ്ട്, അതുപോലെ പ്രദേശവാസികളുടെ പ്രതിനിധികളുണ്ട്. സി കെ ശശീന്ദ്രനും അതുപോലെ കെ റഫീഖും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. അവരും ഉള്ളിലുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മന്ത്രി ഇവിടെ സന്ദർശിക്കുന്നതിൽ പോലീസിന് ചെറിയൊരു എതിർപ്പുണ്ടായിരുന്നു. അതായത് സുരക്ഷാ പ്രശ്നങ്ങൾ പോലീസ് ചൂണ്ടിക്കാണിച്ചിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെ വലിയ പ്രതിഷേധ സാധ്യത ഉച്ചയ്ക്ക് മുൻപ് തന്നെ മന്ത്രിയെ ധരിപ്പിച്ചിരുന്നു. അദ്ദേഹം പക്ഷേ ഇടതുമുന്നണി CPIM നേതൃത്വം അടക്കം ഇടതുമുന്നണി ഉറച്ചു നിന്നു. മന്ത്രി ഈ പ്രദേശം സന്ദർശിച്ചേ മടങ്ങാവുള്ളൂ. വയനാട്ടിൽ വന്നതിന് ശേഷം ഈ പ്രദേശം സന്ദർശിക്കാതെ പോകരുത് എന്നൊരു നിലപാടാണ് ഇടതുമുന്നണി നേതൃത്വവും CPM നേതാക്കളും ഒക്കെ സ്വീകരിച്ചത്. അങ്ങനെ മന്ത്രി എന്തായാലും വരാൻ തയ്യാറായി. അതിനുശേഷം പ്രതിഷേധങ്ങൾക്കൊക്കെ ഒടുവിൽ ഈ വീട്ടുകാരുമായി സംസാരിച്ചു. കുടുംബാംഗങ്ങൾക്ക് ചില ഉറപ്പുകളൊക്കെ നൽകി. ഇപ്പോൾ ഈ നാട്ടുകാരുടെ പ്രതിനിധികളുമായി സംസാരിക്കുകയാണ്. ഇപ്പോൾ വൈകി വന്ന ചിലർ തങ്ങൾക്കും ഉള്ളിൽ കയറണമെന്ന് പോലീസിനോട് ആവശ്യപ്പെടുന്നുണ്ട്. അവരെ കടത്തിവിടുമോ? പോലീസ് അവരുമായി സംസാരിക്കുകയാണ്. അവർ കൂടി ഉള്ളിൽ കയറണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. കുറച്ചു പേരേ ഉള്ളൂ. പക്ഷേ അതിൽ ആരുടെ പ്രതിനിധികളാണ്, രാഷ്ട്രീയ പ്രതിനിധികളാണോ എന്ന് നമുക്കറിയില്ല. ഈ നാട്ടിൽ താമസിക്കുന്നവരാണോ എന്നറിയില്ല. എന്തായാലും കുറേ ആളുകൾ ഇപ്പോൾ ആ യോഗം അവിടെ തുടരുകയാണ്.